നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വടക്കാഞ്ചേരി വരവൂര് ചിറ്റണ്ടെന്നൊക്കെ പറയും. അവിടെ മങ്ങാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രദേശത്ത് അവിടെ ഒരു കുഞ്ഞ് പാടശേഖരം, അവിടുത്തെ മനോഹരമായിട്ടുള്ള കൊച്ചു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വണ്ടി നമ്മുടെ പാടശേഖരത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് നല്ല നടന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇതിലൂടെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. മനോഹരമായ മറ്റ് കാഴ്ചകളും ഉണ്ട്, അത് നമുക്ക് കാണാം. എൻ്റെ പുറകിൽ കാണുന്നത് ചെറിയൊരു തോടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കാം. നമ്മൾ ആ തോടിൻ്റെ സൈഡിലൂടെ ഇറങ്ങി നടന്നു നോക്കട്ടെ. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട്. വെള്ളത്തിൻ്റെ കളകളോ ആരവം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു പച്ചപ്പുണ്ട് ചുറ്റുഭാഗം. നെറ്റ് കൊണ്ട് കുരുത്തി ഉണ്ടാക്കിയിട്ട് മീനെ പിടിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. നല്ല ഒരു കളകള ആരവം, അതുപോലെ ഒരു സംഗീതം പൊഴിക്കുന്ന പോലെയാണ് വെള്ളം ഒഴുകി വരുന്നത്. ചുറ്റും നല്ല മലനിരകളും ഒരു ഇളം കാറ്റുണ്ട് കേട്ടോ. നമ്മൾ തോടിൻ്റെ വക്കത്തിലൂടെ നടക്കുമ്പോഴല്ലോ നല്ല മഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റും പാടശേഖരത്തിൻ്റെ പച്ചപ്പ്, അതുപോലെ തന്നെ മരതക കാന്തി തിങ്ങി നിൽക്കുന്ന നല്ല മലനിരകൾ, തെങ്ങിൻ തോപ്പ്, നമ്മുടെ ഒരു സത്യനന്ദകാടിൻ്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ഗ്രാമഭംഗി. നമ്മൾ തോടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കട്ടെ, അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇനി അപ്പുറത്തെ വശത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല കരിമ്പനകളും അതിന് ഇടയിലൂടെ തോട് സംഗീതം പൊഴിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിറഞ്ഞ കവിഞ്ഞ വെള്ളമായിട്ട്. ഒരുപാട് കുരുവികളും അതുപോലെ തന്നെ കുരുവിയുടെ കൂടുകളും ഒക്കെ ഈ കരിമ്പനക്കൂട്ടത്തിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. പക്ഷികളിവിടെ പാറി പറന്ന് കളിക്കുകയാണ്. നല്ല കരിമ്പനങ്ങളാട്ടോ അവിടെയുള്ളത്. അതിൻ്റെ മുകളിൽ തൂക്കാണം കുരുവിയുടെ കൂടുകളുണ്ട്. അവിടേക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചെളിയും വെള്ളമാണ്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വരമ്പ് കാണാണ്ട്, ഇതിലൂടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്ന് പരിശ്രമിച്ച് നോക്കാം. എന്നിട്ട് അവിടെ ഉള്ള കാഴ്ചകൾ അടുത്ത് കാണാൻ പറ്റുമോ നോക്കാം. മെല്ലെ ആ സൈഡിലൂടെ നമ്മൾ ആ ഒറ്റയടി വരമ്പിലൂടെ പാടഭാഗത്തേക്ക് ഇറങ്ങി. ഇനി അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് അറിയില്ല, നമുക്കൊന്ന് നടന്ന് നോക്കാം. നമ്മൾ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരമ്പിൻ്റെ ഓരം ചേർന്നിട്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരമ്പിൻ്റെ ഓരത്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് കേട്ടോ. ഈ ഒരു ആൽമരത്തിൻ്റെ ഉള്ളിൽ ഒരു കരിമ്പന നിൽക്കുന്നുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടോ. ആൽമരത്തിൻ്റെ ഉള്ളൊരു കരിമ്പന രണ്ടും കൂടിയിട്ട് കെട്ടിപ്പണഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് നമ്മൾ വീണ്ടും വരമ്പിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നാണല്ലോ ഈ പനമരമൊക്കെ കണ്ടത്. ഇതിൻ്റെ മുകളിൽ തൂക്കണം കുരുവിടെ കൂടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് കുരുവിയുടെ കൂടുകളുണ്ട് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോണ്ട്. കാറ്റിലതിങ്ങനെ ആടാണ്. താഴെ ഇതേ ഈ തോട് പോണു.
തോട്ടിൻകരയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കൈതച്ചെടികൾ കാണാം. ഇതിൻ്റെ ഓല എടുത്തിട്ടാണ് പണ്ട് കാലഘട്ടത്തിൽ തഴപ്പായ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല, ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. നമ്മൾ ആ പാടശേഖരത്തിലൂടെ നടന്ന് തോടിൻ്റെ മറുകരയിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. നേരത്തെ നമ്മൾ ആ പനയൊക്കെ ദൂരത്തു നിന്നല്ല കണ്ടേ, ഇപ്പം നമ്മൾ അതിൻ്റെ അടുത്തെത്തി. ചെറിയ പനന്തൈകൾ മുളച്ചിരിക്കണം കേട്ടോ, നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. നമ്മൾ ദൂരത്തുനിന്ന് കണ്ടിരുന്നതാണ് ഈ പനയും അതുപോലെ ഈ വൃക്ഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പാടത്ത് കൂടെ നടന്ന് ഇവിടെ എത്തി, ഇതിൻ്റെ അടുത്തെത്തി. നമ്മൾ കുരുവിക്കൂട് അതുപോലെ കിളിക്കൂടൊക്കെ കണ്ടു. ഇതാട്ടാ നമ്മുടെ തോടൊഴുകി പോണത് വളരെ വ്യക്തമായിട്ട് കാണാം. സംഭവം കുറച്ച് ചെളിയൊക്കെ കാലുമ്പിലായിച്ചെങ്കിലും നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റി. ഈ തോടൊരു പൊന്നരഞ്ഞാണം പോലെയാണ് തോന്നുന്നത്. ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകട്ടെ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, മഴ കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ നടന്ന് റോഡ് സൈഡിലേക്ക് എത്താറായി. നല്ല പച്ച പുതച്ച പാടവും അതുപോലെ മരതകക്കാന്തി തിങ്ങി വിങ്ങി നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യഭംഗി തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.